അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പേജ് നമ്പർ 18 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് ചോദ്യം? ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20 ഡിഗ്രി, അതിൻ്റെ കോണുകൾ 3 കാണുക. അപ്പോൾ വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. നമുക്കറിയാം മട്ടത്രികോണം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? മട്ടത്രികോണത്തിലെ ഒരു ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? 90 ഡിഗ്രി, ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയാലാണ് നമ്മൾ അതിനെ മട്ടത്രികോണം അഥവാ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് 90 ഡിഗ്രി തന്നെയാണ്, അതിൽ വ്യത്യാസമില്ലല്ലോ, ഇല്ല. ഇനി നമുക്കിവിടെ രണ്ട് ചെറിയ ആംഗിളുകളുണ്ട് അല്ലേ? രണ്ട് ചെറിയ ആംഗിളുകൾ. ഈ ചെറിയ ആംഗിളുകൾ നമുക്ക് ഒന്ന് എക്സ് എന്ന് വിചാരിക്കുക, രണ്ടാമത്തെ നമുക്ക് വൈ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എക്സും വൈയും തമ്മിൽ കൂട്ടിയാൽ എത്രയായിരിക്കും? നമുക്കറിയാം മൊത്തം 180 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രി അല്ലേ? ബാക്കി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ അപ്പം എത്ര വേണം? 90 ഡിഗ്രി വേണം അല്ലേ? അപ്പോൾ എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വേണം? 90 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഈ 90ഉം പിന്നെ ഈ 90ഉം കൂടി കൂട്ടിയാൽ 180. ശരിയാണല്ലോ? ഓക്കെ. ഇനി നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവ തമ്മിലുള്ള ഈ ചെറിയ രണ്ട് ആംഗിളുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20 ഡിഗ്രിയാണ് അല്ലേ? വ്യത്യാസം എന്ന് പറയുമ്പോൾ എക്സിൽ നിന്ന് വൈ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 20 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ സീക്വൽ ടു 20. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. വളരെ സിമ്പിളായൊരു ചോദ്യം അല്ലേ? ഇതിൽ നമുക്ക് എക്സിൻ്റെ വില കണ്ടുപിടിക്കാമല്ലോ. 1ഉം 2ഉം കൂടി കൂട്ടിയാൽ മതി അല്ലേ? ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. അപ്പോൾ എന്തോ സംഭവിക്കും? എക്സ് പ്ലസ് എക്സ് 2x, ഇത് ക്യാൻസലായി പോയി, സീക്വൽ ടു 110. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 110 ബൈ 2, 55 ഡിഗ്രി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ അളവ് കിട്ടി 55 ഡിഗ്രി. ഇനി ഇത് കിട്ടാൻ എന്ത് വേണം? രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വൈ എത്രയായിരിക്കും? വൈ ഈസ് ഈക്വൽ ടു 90 മൈനസ് 55 ഈക്വൽ ടു 35 ഡിഗ്രി. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ള 3 കോണുകളുടെ അളവാണ്. അപ്പോൾ ഒരു കോണിൻ്റെ അളവ് 55 ഡിഗ്രി, മറ്റേ കോണിൻ്റെ അളവ് 35, അങ്ങനെ രണ്ടും കൂടി 90ആയി. പിന്നെ ഈ കോണിൻ്റെ അളവ് 90 ഡിഗ്രി. അപ്പോൾ ഒന്നുകൂടെ എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും ഹരണഫലവും ശിഷ്ടവും 2 തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ കണക്കാക്കുക അല്ലേ? അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് സംഖ്യകളുണ്ട്, ഒന്ന് വലുത് ഒന്ന് ചെറുത്. വലുതിനെ ചെറുത് കൊണ്ട് ഹരിച്ചപ്പോൾ ക്വോഷ്യന്റും റിമൈൻഡറും എത്ര തന്നെ കിട്ടി? 2 തന്നെയാണ് കിട്ടിയത്. ഇനിയോ ചെറുതിൻ്റെ 5 മടങ്ങിനെ 5 ഇരട്ടിയെ വലുതുകൊണ്ട് ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? അപ്പോഴും ക്വോഷ്യന്റും റിമൈൻഡറും എത്ര തന്നെ കിട്ടി? 2 തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ കണക്കാക്കുക. അപ്പോൾ നമുക്കിവിടെ വലിയ സംഖ്യ, അതായത് ലാർജ് നമ്പറിന് എക്സ് ആണെന്ന് കൊടുക്കാം. അപ്പോൾ ലാർജ് നമ്പർ, വലിയ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക. സ്മോൾ നമ്പർ, ചെറിയ സംഖ്യ വൈ ആണെന്ന് വിചാരിക്കുക. വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ അല്ലേ? അപ്പോൾ ഹരിക്കുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 ഹരണഫലം കിട്ടി, 2 തന്നെ ശിഷ്ടവും കിട്ടി അല്ലേ? അതായത് ക്വോഷ്യന്റും റിമൈൻഡറും 2 തന്നെ കിട്ടി. അപ്പോൾ ഇവിടെയും ഹരിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ല, അവിടെ ക്വോഷ്യൻ്റെ കാര്യവും റിമൈൻഡറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഇപ്പോൾ 11നെ ഞാനിപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ 5 കൊണ്ട് 2, 5 10, 1 അല്ലേ? അപ്പോൾ നമുക്ക് 2 ഉത്തരം കിട്ടി, 1 ശിഷ്ടം കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 11നെയാണ് നമ്മൾ ഹരിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ 11ന് എന്താ നമ്മൾ പറയാ? ഡിവിഡൻഡ് എന്ന് പറയും അല്ലേ? എല്ലാവർക്കും അറിയാം ഡിവിഡൻഡ് ആണിത്. 11 ഡിവിഡൻഡ് ആണ്. 5ന് എന്താ പറയുക നമ്മൾ? ഡിവൈസർ അല്ലേ? ഡിവൈസർ ആണ് 5. 2 ഹരണഫലം, അതിനെന്താ പറയാ? ക്വോഷ്യന്റ് അല്ലേ? ഇനി നമുക്ക് 1 ഇവിടെ ശിഷ്ടം കിട്ടിയത്. ശിഷ്ടത്തിന് എന്താ പറയുക നമ്മൾ? റിമൈൻഡർ അല്ലേ? റിമൈൻഡർ. ഇനി ഇവിടെ ഇപ്പോൾ ഈ 11നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചപ്പോൾ 2 ഹരണഫലം കിട്ടി, 1 ശിഷ്ടം കിട്ടി അല്ലേ? അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ഇപ്പോൾ ഇതിൽ നമുക്ക് 11 കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഡിവൈസറെ ക്വോഷ്യന്റ് കൊണ്ട് ഗുണിക്കുക. അതായത് 5 × 2. ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ ഏത് കൂട്ടാം? ഈ 1 കൂട്ടാം. അതായത് 5 × 2 + 1.
ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. അതായത് 11 ഈക്വൽ 5 ഇൻറ്റു 2 10, 10 പ്ലസ് 1 11 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അതായത് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് അല്ലേ? അത് തമ്മിൽ ഗുണിച്ചതിന് ശേഷം എന്ത് കൂട്ടണം? അതിൻ്റെ കൂടെ റിമൈൻഡർ ആഡ് ചെയ്യണം. അപ്പോൾ ഈ കാര്യം മറക്കരുത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ കാര്യം എന്താണ്? വലുതിനെ ചെറുത് കൊണ്ട് ഹരിച്ചപ്പോൾ അല്ലേ? വലുത് നമ്മുടെ എക്സ് ആണ്. എക്സിനെ ചെറുത് കൊണ്ട് അതായത് വൈ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡറും ക്വാഷൻറ്റും ഹരണഫലവും ശിഷ്ടവും എത്ര തന്നെ കിട്ടി? 2 തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ 2 കിട്ടി. ഇവിടെ നമുക്ക് ഹരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്ടം എത്ര കിട്ടി? അതും 2 തന്നെ കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഈ എക്സ് എങ്ങനെ ആയിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു ഇവർ തമ്മിൽ ഗുണിക്കുക അല്ലേ? വൈ ഇൻറ്റു 2 വൈ ഇൻറ്റു 2 അതിൻ്റെ കൂടെ ഏത് കൂട്ടേണ്ടി വരും? പ്ലസ് റിമൈൻഡർ 2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു 2 പ്ലസ് 2. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു 2 പ്ലസ് 2. അപ്പോൾ അതായത് എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു 2 2y പ്ലസ് 2. എക്സ് ഈസ് ഈക്വൽ ടു 2y പ്ലസ് 2. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി രണ്ടാമത് എന്താ പറയുന്നത് ചോദ്യത്തിൽ? ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും ഇത് തന്നെയാണ് സംഭവം. 2 തന്നെയാണ് കിട്ടിയത് അല്ലേ? ഹരണഫലവും ശിഷ്ടവും അതായത് കോഷ്യൻറ്റും റിമൈൻഡറും 2 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ചെറുതിൻ്റെ 5 മടങ്ങ്, ചെറിയ സംഖ്യ y ആണ്. അതിൻ്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5y അല്ലേ? അതിനേത് കൊണ്ട് ഹരിച്ചു? വലിയ സംഖ്യ ഏതാണ്? എക്സ്. അപ്പോഴെന്ത് കിട്ടി? കോഷ്യൻ്റ് എത്രയാണ്? 2 തന്നെ കിട്ടി. ശിഷ്ടം എത്രയാണ് കിട്ടിയത്? 2 തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ റിമൈൻഡറും കോഷ്യൻറ്റും 2 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെയാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ? അപ്പോൾ 5y സീക്വൽ ടു എക്സ് ഇൻറ്റു 2 അല്ലേ? എക്സ് ഇൻറ്റു 2 അതിൻ്റെ കൂടെ ഏത് കൂട്ടേണ്ട വരും? ശിഷ്ടം പ്ലസ് 2. ഇവിടെ എഴുതി അതേപോലെ തന്നെ. അപ്പോൾ നമുക്കിവിടെ എഴുതാം 5y ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 2 പ്ലസ് 2. അതായത് 5y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 2y പ്ലസ് 2. രണ്ടാമത്തെ ഇക്വേഷൻ 5y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2 അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 2 രീതിയിൽ നമുക്ക് ഇതിനെ ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? ഈ 2y നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? അപ്പോൾ എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 2 എന്ന് ആക്കി ഈ ഇക്വേഷൻ മാറ്റാം. അതുപോലെ തന്നെ ഇവിടെ ഈ 2x ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈനസ് 2x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 2 അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചെയ്യാം. ആ രൂപത്തിൽ നമുക്ക് ചെയ്യാനറിയാം. അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? വേറെ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. എക്സിൻ്റെ വില അടുത്തിലേക്ക് കൊടുക്കുക അല്ലേ? അതെങ്ങനെ? ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ 5y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2 എന്നുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ വില നമുക്കറിയാം. എക്സ് ഈസ് ഈക്വൽ ടു 2y പ്ലസ് 2 ആണ് അല്ലേ? അപ്പോൾ ഈ വില നമുക്ക് ഇതിലേക്ക് കൊടുത്താൽ പോരെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വിലയെ ഈ എക്സിന് ഏത് വില കൊടുക്കാം? ഈ വില അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എന്തായി മാറി? 5y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിൻ്റെ വില ഏതാണ്? 2y പ്ലസ് 2. 2y പ്ലസ് 2 ബാക്കി പ്ലസ് 2. 2 ഇൻറ്റു 2y 4y പ്ലസ് 2 ഇൻറ്റു 2 4 അല്ലേ? ഇങ്ങനെ പ്ലസ് 2 ഈക്വൽ ടു 4y പ്ലസ് 6. അപ്പോൾ 5y ഈസ് ഈക്വൽ ടു 4y പ്ലസ് 6 അല്ലേ? 5y ഈ 4y ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 4y സീക്വൽ ടു 6. 5y മൈനസ് 4y 1y അല്ലേ? y ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്കിവിടെ വൈയുടെ വില കിട്ടി 6. നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ 6 കൊടുത്താൽ പോരെ? മതി. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം. എക്സ് സീക്വൽ ടു 2y പ്ലസ് 2 അല്ലേ? അതായത് എക്സ് ഈസ് ഈക്വൽ ടു 2y എത്രയാണ്? 6. 2 ഇൻറ്റു 6 പ്ലസ് 2 സീക്വൽ ടു
12 + 2 14. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വലിയ സംഖ്യ എത്രയായിരിക്കും? 14 ആണ്. ചെറിയ സംഖ്യ 6. മനസ്സിലായല്ലോ ഇത്? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഏതാണ് സംഖ്യ? അപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലേ? ആ ഡിജിറ്റുകൾ തമ്മിൽ പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 11 ആണ് കിട്ടുക അല്ലേ? ഇനിയോ ഈ സംഖ്യയിലെ അക്കങ്ങൾ ഇനി ഈ ഡിജിറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടുമല്ലോ. ആ സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ്? 27 കൂടുതലാണ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 ഡിജിറ്റുകൾ ഉണ്ട് അല്ലേ? അപ്പോൾ അതിന് പേര് കൊടുക്കാം ഡിജിറ്റ്സ് ഓഫ് നമ്പർ. നമ്പറിൻ്റെ ഡിജിറ്റുകൾ എക്സും വൈ ആണെന്ന് വിചാരിക്കാം. ഇതാണ് 2 ഡിജിറ്റുകൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സംഖ്യ ഏതായിരിക്കും? ഒരു രണ്ടക്ക നമ്പറിലെ 2 അക്കങ്ങൾ എക്സും വൈ ആണെങ്കിൽ ഇതിൻ്റെ സംഖ്യ ഏതായിരിക്കും? ഉദാഹരണത്തിന് ഇപ്പോൾ 2ഉം 6ഉം ആണെന്ന് വിചാരിക്കുക, 2 ഡിജിറ്റുകൾ. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ എത്രയാണ്? നമുക്കറിയാം ഇവിടെ 6 എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്താണ് അല്ലേ? വൺസിൻ്റെ സ്ഥാനത്താണ് 6. ഇത് ടെൻസിൻ്റെ സ്ഥാനത്താണ് അല്ലേ? ആണ്. അപ്പോൾ നമ്മൾ ഈ സംഖ്യ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 2 × 10ൻ്റെ സ്ഥാനത്താണ് ഇത് കിടക്കുന്നത് അല്ലേ? അപ്പോൾ 2 × 10 പ്ലസ് ഇത് വൺസിൻ്റെ സ്ഥാനത്ത് ഒറ്റയുടെ സ്ഥാനത്ത് +6 അല്ലേ? അത് 6 × 1. അപ്പോൾ 2 × 10 +6. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 20 + 6 26 കിട്ടുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് എക്സും വൈ ആണ് 2 ഡിജിറ്റ് എങ്കിൽ ഈ സംഖ്യ ഏതായിരിക്കും? നമ്പർ ഏതായിരിക്കും? ഇതേ രൂപത്തിൽ എഴുതുമ്പോൾ ടെൻസിൻ്റെ സ്ഥാനത്താണ് എക്സ് അല്ലേ? വൺസിൻ്റെ സ്ഥാനത്ത് വൈ. അതായത് 10x + y എന്ന് എഴുതാം. ഇവിടെ എഴുതിയ പോലെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഖ്യ. ഇനി നമുക്ക് ഇവർ പറഞ്ഞ കാര്യത്തിലേക്ക് നോക്കാം. അതായത് സം ഓഫ് ദി ഡിജിറ്റ് അല്ല, ഈ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 11 കിട്ടും. അപ്പോൾ നമുക്ക് എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടും. ഇനി എന്താണ് പറഞ്ഞത്? ദി നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദി ഡിജിറ്റ്സ് ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. അതായത് ഇനി ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇതിപ്പോൾ നമ്മൾ 10ൻ്റെ സ്ഥാനത്താണ് എക്സ്, ഒറ്റയുടെ സ്ഥാനത്താണ് വൈ കിടക്കുന്നത് അല്ലേ? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്പർ എത്രയായിരിക്കും? പുതിയ നമ്പർ എത്രയായിരിക്കും? അതായത് ഇന്റർചേഞ്ച്ഡ് നമ്പർ പരസ്പരം മാറിക്കഴിഞ്ഞാൽ എന്ത് വരും? 10ൻ്റെ സ്ഥാനത്ത് വൈ വരും അല്ലേ? അപ്പോൾ 10y പ്ലസ് ഒറ്റയുടെ സ്ഥാനത്ത് എക്സ് പോകും അല്ലേ? അപ്പോൾ നമുക്ക് തിരിച്ചെഴുതണം 10y + x ആയി മാറി. അങ്ങനെ മാറ്റി എഴുതിയാൽ ആ കിട്ടുന്ന സംഖ്യ എന്താണ്? ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റർചേഞ്ച് ചെയ്ത നമ്പർ. അപ്പോൾ ഈ പുതിയ നമ്പർ 10y + x ആണ്. അത് എന്തായിരിക്കും? ആദ്യത്തെ സംഖ്യയേക്കാൾ. ആദ്യത്തെ സംഖ്യ ഏതാണ്? ഇതാണ് ആദ്യത്തെ സംഖ്യ അല്ലേ? 10x + y. ഇതാണ് ആദ്യത്തെ സംഖ്യ. ആ സംഖ്യയേക്കാൾ എത്ര കൂടുതലായിരിക്കും? 27 കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടി. 10y + x = 10x + y + 27. അപ്പോൾ നമുക്കിവിടെ എക്സ് ഉള്ളത് വൈ ഉള്ളതിനൊക്കെ നമുക്ക് ഒരു ഭാഗത്ത് കൊണ്ടുവരാം അല്ലേ? അപ്പോൾ നോക്കിയേ, ഇവിടെ 10y + x, ഇനി ഇവിടെ 10x ഉണ്ട് അല്ലേ? അപ്പോൾ -10x, ഇവിടെ ഒരു y ഉണ്ട്, -y സീക്രട്ട് ഇപ്പം അല്ലാതെ കൊണ്ട് പോകുന്നു അല്ലേ? ഇനി ബാക്കി ഏതാണുള്ളൂ? 27 മാത്രമേ ഉള്ളൂ. 27. അപ്പോൾ നമുക്കിതിൽ എക്സ് ഉണ്ട് വൈ ഉണ്ട്. ആദ്യം എക്സിന് എടുക്കാം. ഒരു എക്സും ഉണ്ട്, -10x ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എത്ര വരും? -9x. ഇനി വൈ നോക്കിയേ, 10y ഉണ്ട്, -y ഉണ്ട്, ഒരു y ഉണ്ട്. അപ്പോൾ +9y = 27. അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. x + y = 11 ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. -9x + 9y = 27 അല്ലേ? ആദ്യത്തെ ഇക്വേഷൻ തരാണ് x + y = 11. ഇങ്ങോട്ട് നോക്കിയാൽ രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് സെയിം അല്ല അല്ലേ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് 9ലേക്ക് ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി?
9 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇത് 9x ആയി മാറി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാം, 9 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, 9 × x 9x പ്ലസ് 9 × y 9y സീക്വൽ ടു 9 × 11 99. ഇനി നോക്കിയേ, -9x ഇവിടെ മൈനസ് ഇത് പ്ലസ് അല്ലേ. അപ്പോൾ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് പോയി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 3യും തമ്മിലൊന്ന് കൂട്ടി നോക്കിയാൽ -9x പ്ലസ് 9x 0 ആയി. 9y പ്ലസ് 9y 18y സീക്വൽ ടു 27 പ്ലസ് 99 126. അപ്പോൾ 18y സീക്വൽ ടു 126, y സീക്വൽ ടു 126/18 സീക്വൽ ടു 7/56 അല്ലേ. അപ്പോൾ 7. അപ്പോൾ നമുക്ക് വൈയുടെ വില കിട്ടി 7 അല്ലേ. ഇനി x പ്ലസ് വൈ സീക്വൽ ടു 11, x പ്ലസ് 7 സീക്വൽ ടു 11, x സീക്വൽ ടു 11 മൈനസ് 7 സീക്വൽ ടു 4. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി 4. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ സംഖ്യ എത്രയായിരിക്കും, നമ്പർ ഏതായിരിക്കും, 10x പ്ലസ് വൈ ആണ് നമ്മുടെ നമ്പർ സീക്വൽ ടു 10 × 4 പ്ലസ് 7, അതായത് 40 പ്ലസ് 7 47. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ 2 ഇക്വേഷൻ കിട്ടിയത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായോ. ഈ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 9x -9x പ്ലസ് 9y 27 ഇവിടെ വേണമെങ്കിൽ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എല്ലാത്തിനെയും. അപ്പോൾ എന്ത് വരും, ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -x ആയി, ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ +y ആയി, ഇത് ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആയി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ ഇക്വേഷൻ കിട്ടും, -x പ്ലസ് y = 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 2 ഇക്വേഷൻ ചെറിയ ഇക്വേഷനിലായി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും കൂടി 2150 രൂപ. 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും കൂടി 2110 രൂപ. ഒരു ട്രോഫിയുടെ വില എന്ത്, ഒരു മെഡലിൻ്റെ വില എന്ത്. നമ്മൾ സാധാരണയായി ചെയ്ത് പരിചയമുള്ള രൂപത്തിലൊരു പ്രോബ്ലമാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 2 കാര്യങ്ങളുടെ വിലയാണ് പറയുന്നത്, ഒന്ന് ട്രോഫിയും ഒന്ന് മെഡലും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈസ് ഓഫ് ട്രോഫി, ഒരു ട്രോഫിയുടെ വില, പ്രൈസ് ഓഫ് 1 ട്രോഫി എക്സ് ആണെന്ന് വിചാരിക്കാം. ഒരു ട്രോഫിയുടെ വില എക്സ്. പ്രൈസ് ഓഫ് 1 മെഡൽ, ഒരു മെഡലിൻ്റെ വില വൈ ആണെന്നും വിചാരിക്കാം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, 17 ട്രോഫിക്കും 16 മെഡലിനും കൂടിയിട്ട് 2150 രൂപ അല്ലേ. 17 ട്രോഫിക്കും 17x അല്ലേ, ഒരു മെഡലിൻ്റെ വില എക്സ് ആണ്, 17x പ്ലസ് 16 ട്രോഫിക്കും 16y സീക്വൽ ടു എത്ര രൂപയായി, 2150 രൂപയായി. 16 ട്രോഫിക്കും അപ്പോൾ 16x പ്ലസ് 17 മെഡലിനും അല്ലേ, 17 മെഡൽ 17y സീക്വൽ ടു എത്ര രൂപയായി, 2110 രൂപ. നമുക്ക് വളരെ ഈസി ആയിട്ട് 2 ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് എക്സിനെയോ വൈയെയോ കളയണം അല്ലേ. അപ്പോൾ നമുക്ക് എക്സിനെ കളയാൻ പറ്റുമോ, ഒന്ന് 17 ഒന്ന് 16 കളയാൻ പറ്റില്ല. വൈനെ കളയാൻ പറ്റുമോ, 16 17 കളയാൻ പറ്റില്ല. ഇനി ഇതിനെ അങ്ങോട്ടാക്കാൻ പറ്റുമോ, അത് പറ്റില്ല. 17നെ 16 ആക്കാൻ പറ്റുമോ, അതും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ 16 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ, ഗുണിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഇക്വേഷൻ കിട്ടി. പിന്നെ എന്ത് വേണം, രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം, 17 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറല്ലേ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അല്പം വലിയ സംഖ്യകളായിരിക്കും അല്ലേ, ഹരിക്കാനും ഗുണിക്കാനൊക്കെ കുറച്ച് വലിയ സംഖ്യകളായിരിക്കും കിട്ടുക. അപ്പോൾ ആ രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ ചെയ്യാം, മനസ്സിലായല്ലോ. അതല്ലെങ്കിൽ ആ രീതിയിലല്ലെങ്കിൽ നമുക്ക് ഞാൻ വേറൊരു രീതി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 17x പ്ലസ് 16y, ഇവിടെ 16x പ്ലസ് 17y അല്ലേ. ഇവരൊന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കിയാൽ, ഇക്വേഷൻ ഒന്ന് ചെറുതാവൂലേ. അതായത് ഇപ്പോൾ ഞാൻ മൈനസ് ചെയ്യാൻ പോണ്. അപ്പോൾ അതായത് 1ൽ നിന്ന് 2 മൈനസ് ചെയ്യാണ്. ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യുമ്പോൾ എന്ത് തരും, 17x മൈനസ് 16x 1x അല്ലേ, 16y മൈനസ് 17y അല്ലേ. അപ്പം എന്ത് വരും, നെഗറ്റീവ് y. അപ്പോൾ x മൈനസ് y
സീക്വൽ ടു 2150 മൈനസ് 2110 70. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഇക്വേഷൻ കിട്ടി എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 70 അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ എന്താ ചെയ്ത് ഒന്നും ചെയ്തില്ല, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷൻ നമുക്ക് എന്താക്കണം, ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൻ്റെ രൂപത്തിലാക്കിയാൽ മതി. ഒന്നില്ലെങ്കിൽ ഇവിടെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് 16 ആക്കാം, അല്ലെങ്കിൽ 17 ആക്കാം, നമുക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്യാം. അപ്പോൾ ഇതൊരു മൂന്നാമത്തെ ഇക്വേഷൻ വിചാരിക്കും, 3. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൂടി അടിച്ച് എഴുതാം. ഇതിൽ ഇഷ്ടമുള്ള ഇക്വേഷൻ ചെറുത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് 16x പ്ലസ് 17y സീക്വൽ ടു 2110. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയതാണ്. ഇനി നമുക്ക് ഇവരെ വേഗം ചെയ്തുകൂടെ? എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ 16 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. ഇതിനെ മാത്രം നമ്മൾ 16 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ 16x എക്സിനെ ഒഴിവാക്കാൻ പറ്റും. അതായത് ഇക്വേഷൻ 3നെ, ഈ ചെറിയ ഇക്വേഷനെ നമ്മൾ 16 കൊണ്ട് ഗുണിച്ചാൽ സംഭവിക്കും, ഈ 16 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 16x മൈനസ് y ഇൻറ്റു 16 മൈനസ് 16y സീക്വൽ ടു 16 ഇൻറ്റു 70 42 11 1120 കിട്ടും അല്ലേ. 100 കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ 2 3 4ാമത്തെ ഇക്വേഷൻ. ഇനി നോക്കിയേ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അതായത് ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 4 കുറച്ചാൽ എന്ത് വയ്ക്കും? 16x മൈനസ് 16x 0 പോയി. 17y മൈനസ് 16y എത്ര വരും? 17y മൈനസ് 16y. അപ്പോൾ 17y പ്ലസ് 16y അല്ലേ. അപ്പോൾ എത്ര വരും? 33. 33y ഇസ് ഈക്വൽ ടു 0. 990 y ഇസ് ഈക്വൽ ടു 990 ബൈ 33 ഈക്വൽ ടു 39 0. അപ്പോൾ നമുക്ക് വൈയുടെ വില കിട്ടി 30. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വൈയുടെ വില കൊടുത്തോ? ഏതാണ് ചെറിയ ഇക്വേഷൻ? നമുക്കൊരു ചെറിയ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ, എക്സ് മൈനസ് വൈ അല്ലേ. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 70. എക്സ് മൈനസ് 30 ഇസ് ഈക്വൽ ടു 70. എക്സ് ഈസ് ഈക്വൽ ടു 70 പ്ലസ് 30 ഈക്വൽ ടു 100. അപ്പോൾ എക്സ് എന്ന് പറയുന്നത്, അതായത് ഒരു ട്രോഫിയുടെ വില എത്രയായിരിക്കും? 100 രൂപയായിരിക്കും. ഒരു മെഡൽ വൈ, മെഡലിൻ്റെ വില 30 രൂപ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്ര 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ആ രീതിയിൽ മാത്രം ചെയ്താൽ മതി. കണ്ണടച്ച് ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യണ്ട. മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത് അനുസരിച്ച് മാത്രം ചെയ്യുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ചിലപ്പോൾ 16 കൊണ്ട് ഇതിനെ ഗുണിക്കുക, അല്ലെങ്കിൽ 17 കൊണ്ട് തിരിച്ച് ഗുണിക്കലായിരിക്കും. അപ്പോൾ അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഇത് ഞാൻ ഇക്വേഷൻ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ഇക്വേഷൻ കിട്ടി. അപ്പോൾ പിന്നെ അതിനെ നമ്മൾ 16ലേക്ക് എത്തിച്ചു. മനസ്സിലായി? അത്രയോട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കിത് ഈസിയായി തോന്നുന്നില്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്കതിൽ 3 ചോദ്യങ്ങൾ കൂടിയുണ്ട് അല്ലേ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.